ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സദ്യയിൽ നമ്മൾ ഇല വിളമ്പുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരിഷ്ടം തോന്നുന്ന കറിയാണ്. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ പിങ്ക് കളറിലെ ബീട്രൂട്ട് പച്ചടി, അതുപോലെ പൈനാപ്പിൾ പച്ചടി, ഓലൻ. അപ്പം നമുക്കിന്ന് ആ 3 റെസിപ്പി നോക്കാം. നമുക്കിപ്പോൾ ആദ്യമേ ഓലൻ ഉണ്ടാക്കാം. ഇത് കുമ്പളങ്ങ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതാണേ. അതിൻ്റെ കൂടെ 4 പച്ചമുളക് നടുവെ സ്ലിറ്റ് ചെയ്ത് നമുക്കത് ഇട്ട് കൊടുക്കാം. ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ ഉപ്പും പച്ചമുളകും വെള്ളവും ഒഴിച്ച് കുമ്പളങ്ങ വേവിച്ചെടുക്കാം. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കുമ്പളങ്ങയ്ക്ക് വലിയ വേവില്ല. നമ്മൾ കുമ്പളങ്ങ പ്ലെയിൻ കൂട്ടിയാണ് വേവിച്ചത്. ആ വെള്ളം ഇപ്പം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ 1 കപ്പ് വൻപയർ തലേദിവസം കുതിർത്ത് കുക്കറിൽ വിട്ട് 1 വിസിലടിച്ചതാണ്, വെന്തതാണ്. വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പം നമ്മൾ ആ വൻപയർ ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് മുഴുവൻ എടുത്തിട്ടില്ല, ഇത്രയേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കി ഇനി ഇത്രയുണ്ട്. നമുക്ക് നല്ല തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നമുക്കിത് ഒന്നും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റി വരണം. അതുവരെ നമുക്കിതൊന്നും കൂടെ ഫ്ലെയിം കുറച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കറിയുടെ വെള്ളമൊക്കെ ഇപ്പം വറ്റിയിട്ടുണ്ട്. നമ്മൾ ആ തേങ്ങാപ്പാലെല്ലാം വറ്റിച്ചെടുത്തു. ഇപ്പം കുമ്പളങ്ങയും 3/4 ഭാഗവും കഴിഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പയറ് വേവിക്കുമ്പോൾ ആ വേവിക്കുന്ന വെള്ളം കൂടി ഇതിനകത്ത് ഒഴിക്കല്ലേ. വേവിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളയണം. പയറ് മാത്രമേ ഇടാവുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ കറിയുടെ കളറ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ വരും. തേങ്ങാപ്പാൽ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ചെയ്യുന്നൊരു സീക്രട്ടാണ്. ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര. ഓലൻ എന്ന് പറയുന്നത് എരിവോ പുളിയോ ഒന്നുമില്ലാത്തൊരു, നമ്മൾ 4 പച്ചമുളക് മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ ഒരു എരിവേ ഉള്ളൂ, ഒരു ഉപ്പും. അപ്പം അതിനിച്ചിരി ഒരു സ്വാദ് കൂട്ടാനാണ് നമ്മൾ പഞ്ചസാര ചേർത്തത്. ഇനി നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ, വേറെ എണ്ണ ഒഴിക്കല്ലേ, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ നോക്കണേ. എണ്ണയും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വെളിച്ചെണ്ണയുടെയൊക്കെ വരുന്നുണ്ട്. നമ്മൾ വേറെ ഒന്നും ഓലന് ചേർക്കത്തില്ല. ചിലവരൊക്കെ കളിയാക്കി പറയും ഓലൻ എന്ന് പറയുമ്പോൾ ഒരു വികാരവും ഇല്ലാത്ത കറിയാണ്. പക്ഷെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് ഓലൻ. അവരിതിൽ പച്ചപ്പയറൊക്കെ ഇട്ട് കറി വെക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ കോട്ടയം ഭാഗത്തോട്ടൊക്കെ നമ്മളിങ്ങനെ വൻപയറാണ് ഇടുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്കൊരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ഏകദേശം പഴുത്തൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോഴേ ഈ കണ്ണെന്ന് പറയും, ഈ ഒരു ബ്ലാക്ക് കളർ, അതില്ലാതെ എടുക്കണേ. എന്നാലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. അത് നമ്മൾ കളയണം. ഇപ്പം മാക്സിമം നമ്മൾ ആ കണ്ണ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കൊത്തി അരിയുന്ന പോലെ, നമ്മൾ സാധാ തോരനൊക്കെ അരിയുന്ന പോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കുഞ്ഞിന്ന് പറയുന്ന ആ സാധനവും നമ്മൾ എടുക്കാൻ പാടില്ലേ. അതും റിമൂവ് ചെയ്തിട്ട് നമ്മൾ എടുക്കണം. ഈ ബ്ലാക്ക് സാധനം മാക്സിമം കട്ട് ചെയ്യാൻ നോക്കണേ. ഈ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് കാശ്മീരി മുളകാണ്. ഒരു 1/4 സ്പൂൺ കാശ്മീരി മുളക് പൊടി. ആവശ്യത്തിനുള്ള ഉപ്പ്. ഓൾറെഡി പൈനാപ്പിളിൽ വെള്ളം ഉണ്ട്, അതുകൊണ്ട് വെള്ളം ചേർക്കണ്ട. ഇനി ഇത് 1 വിസിൽ വരെ വേവിച്ചെടുക്കാം. നമ്മുടെ കുക്കറിന് ഇപ്പം എയറൊക്കെ പോയിട്ടുണ്ട്. പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചല്ല നമ്മൾ വേവിച്ച്, എന്നാലും ഇത്രയും വെള്ളം കൂടി ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ആറാൻ വെക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഏത്തപ്പഴവും കൂടെ ചേർക്കുവേ. നമ്മളിപ്പോൾ ഏത്തപ്പഴം ചേർക്കുന്നില്ലേ. ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ഇട്ട് കൊടുക്കുക. അരപ്പ് തയ്യാറാക്കാം. ഇത് 3 പച്ചമുളക്, 1 കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങ,
ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ കടുക്, ഒരു 3 അതള കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ശർക്കരയൊക്കെ ഇപ്പോൾ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളെ തേങ്ങ ചേർത്തതിൻ്റെ പച്ചച്ചവയൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഈ പൈനാപ്പിളിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നല്ല കട്ട തൈര്, അധികം പുളിയില്ലാത്തത്, ഇത് മിക്സിയിലടിക്കല്ലേ, മിക്സിയിലടിച്ച ഇത് ഇച്ചിരിയുടെ ലൂസായിക്കും. ഈ സ്പൂണിന് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ എടുത്ത് തൈരാണ്, കട്ട തൈര് ഒഴിച്ചു കൊടുക്കുക. ഈ സമയം നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണേ. നമ്മൾ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് അധികം തിളയ്ക്കാൻ പാടില്ല. നമുക്കിത് ഓഫ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ മധുരവും ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഒരുപാട് ഉപ്പിട്ട് നമ്മൾ പൈനാപ്പിൾ വേവിക്കില്ല. ഞാൻ നേരത്തെ പറയാൻ ഞാൻ മറന്നുപോയി. മധുരമുള്ള കറിയല്ല, ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് മതി. മധുരമാണ് ഇതിന് മുന്നോട്ട് നിൽക്കുന്നത്. നമ്മൾ തൈര് ചേർത്ത് കഴിഞ്ഞ് തിളപ്പിക്കല്ലേ, ഓഫ് ചെയ്യാം. തളിച്ചിടാം. അതിനൊരു പാൻ വെച്ചിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് പൊട്ടി വരുമ്പം നമ്മൾ ഈ വറ്റൽമുളകിൻ്റെ അരി കളഞ്ഞെടുക്കണേ. അരി ഇടുമ്പം ഇരിക്കും തോറും പിന്നെ അതിന് എരിവ് കൂടും. അതുകൊണ്ട് നമ്മൾ ആ അരി കളയണേ. ഒരു തണ്ട് കറിവേപ്പില ഇത് നമുക്ക് പൈനാപ്പിളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു പിടി മുന്തിരിങ്ങ, ഇത് കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ്, അത് നമ്മൾ ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ വാലാൻ വെച്ച് ആണ്. നമ്മൾ ഇതിനെ മുന്തിരിങ്ങ വേവിക്കാൻ പാടില്ലേ, ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. അത് ആ ചൂടും കൊണ്ട് അത് കറക്റ്റ് പാവം ആയിക്കോളും. ഗ്യാസ് ഇപ്പോൾ ഓഫാണ്. ഇതിന് നമ്മൾ മധുരപ്പച്ചടി എന്നും പറയും, പൈനാപ്പിൾ പച്ചടി എന്നും പറയും. ഇനി നമുക്കൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം. ബീട്രൂട്ട് എടുക്കുമ്പോൾ നല്ല പഴുത്ത് നല്ല കളറുള്ള ബീട്രൂട്ട് എടുക്കണേ. നമ്മളെ നഖം കൊണ്ടിന്ന് നമ്മളിങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ നല്ല കളറാണ്. ചിലതിനൊരു വൈറ്റ് കളറൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളത് എടുക്കാതെ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിന് കളറൊന്നും കിട്ടത്തില്ല. നമ്മളിങ്ങനെ തൊലി ഇങ്ങനെ ഒന്ന് ചേർന്നപ്പോൾ നല്ല റെഡ് കളറുള്ളത് നോക്കി എടുക്കണേ. ബീട്രൂട്ടിനെ ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലിട്ട് 2 വിസിൽ. ആവശ്യമായ ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അടി പിടിക്കാതിരിക്കാൻ മാത്രം. കേൾക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബീട്രൂട്ട് ഇപ്പം വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലതായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ആറാൻ വെക്കാം. നമ്മൾ കഷ്ണമാക്കിയ ബീട്രൂട്ട് മിക്സിയിൽ ട്രൊന്നൊന്ന് വെച്ചാൽ മതി. നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഫൈനായിട്ട് അരഞ്ഞിട്ടില്ലേ, ഒരു തരിതരിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. നമുക്ക് അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ, 3 പച്ചമുളക്, വേപ്പില, 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ കടുക്. നമുക്ക് ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് ഇത് ഫൈനായിട്ട് അരച്ചെടുക്കാം. നമ്മൾ മിക്സിയിൽ ചെറുതായിട്ട് അരച്ച ബീട്രൂട്ട് നമ്മളൊരു പാനിലോട്ടിട്ട് ഇനി അതിൻ്റെ വെള്ളം നമ്മളൊന്ന് വറ്റിച്ചെടുക്കണേ. ഇതിനകത്ത് വെള്ളം ഒരുപാടില്ല, എന്നാലും ആ ഉള്ള വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. കാരണം നമ്മളിനി തൈരൊക്കെ ഒഴിക്കുന്നത് കൊണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചത് തേങ്ങ, ഇത് വെള്ളം ഇല്ലാണ്ടാണ് അരച്ചിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. തേങ്ങയായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണേ. നമ്മളിപ്പോൾ ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്, കാരണം ഇത് വെള്ളം കുറവായതും കൊണ്ട്. ഇനി ആ തേങ്ങയുടെ പച്ചച്ചുവ മാറുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ കപ്പിന് തൈര് എടുത്തിട്ടുണ്ട്. തൈര് മിക്സിയിലിട്ട് അടിക്കല്ലേ, നമ്മൾ നന്നായിട്ട് അതിൻ്റെ കട്ടകളെല്ലാം ഉടച്ച് എടുത്താൽ മതി. നല്ല തൈരാണ്, അധികം പുളിയില്ലാത്തതാണ്. ഈ ബീട്രൂട്ടിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം നമ്മൾ കലക്കി വെച്ച് അടിച്ചു വെച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണേ. തൈര് ചേർത്തിട്ട് നമുക്ക് തിളപ്പിക്കാൻ പാടില്ലേ, ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലോട്ട് 1 സ്പൂൺ പഞ്ചസാര ഇടും. ഞാനിടും, അത് വേറൊരു ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്.
ആരും അങ്ങനെ പറഞ്ഞൊന്നും തരത്തില്ല, പക്ഷെ നമുക്ക് ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് വരും. ഇനി ഇതിന് കടുക് താളിച്ചൊഴിക്കാം. പാൻ വെച്ച് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ കടുകിട്ട് കൊടുക്കും. ഇതിൻ്റെ അരി കളഞ്ഞതാണ്. കറി വെച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇലയിൽ ഒഴിച്ചാൽ ഒഴുകി പോകാത്ത രീതിയിലായിട്ടുണ്ട്. അത് നമ്മൾ ആ ബീട്രൂട്ടിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിച്ച് എടുത്തിട്ട് നമ്മൾ തേങ്ങ ആണെങ്കിലും ചേർത്തിട്ട് ആ വെള്ളം നന്നായിട്ട് വറ്റിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തൈര് ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ലൂസായി പോകുന്നത്. അപ്പം അത് കണക്കായിട്ട് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ 3 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ പച്ചടി, പൈനാപ്പിൾ പച്ചടിക്ക് മധുരപ്പച്ചടി എന്നും പറയുവേ, പിന്നെ ഓലറ്റ്. ഇത് 3 ട്രൈ ചെയ്ത് നോക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം.